തീർച്ചയായും നമുക്കറിയാം പാലിൽ അടങ്ങിയിരിക്കുന്ന ഒരു പഞ്ചസാര ആണ് സത്യം പറഞ്ഞാൽ ലാക്ടോസ് എന്ന് പറയുന്നത്. ഈ ലാക്ടോസ് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ചെറുകുടലിലെത്തി വെച്ച് തന്നെ അതിന് ലാക്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈമുണ്ട്. ആ എൻസൈമാണ് അതിനെ വിഘടിപ്പിച്ച് അത് ദഹിപ്പിച്ച് വൻകുടലിലോട്ട്, ചെറുകുടലെത്തുന്ന ഏത് വൻകുടലിലോട്ട് അടുത്തെത്തുന്നു, വൻകുടലിലോട്ട് എത്തിക്കേണ്ട ഒരവസ്ഥ വരുന്നത്. പക്ഷേ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് പാലിൽ അടങ്ങിയിരിക്കുന്ന ഈ ലാക്ടോസിനെ വിഘടിപ്പിക്കുവാനോ അല്ലെങ്കിൽ അത് ശരിയായി പ്രവർത്തന നിരതമാകാൻ നമ്മുടെ ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ അഭാവമോ അല്ലെങ്കിൽ ഇല്ലായ്മയോ അല്ലെങ്കിൽ അതിന്റെ കുറവോ അതിന്റെ കഴിവില്ലായ്മയോ ഒക്കെ കൊണ്ട് തന്നെ ഈ ദഹിക്കാത്ത അല്ലെങ്കിൽ ഈ ലാക്ടോസ് വിഘടിപ്പിക്കപ്പെടാത്ത ഈ ലാക്ടോസ് നേരെ വൻകുടലിലെത്തുകയും വൻകുടലിലെത്തി അവിടുത്തെ ചില ബാക്ടീരിയയും മറ്റൊക്കെ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായതിനു ശേഷം അത് വളരെ ഗ്യാസിങ്, ബ്ലോട്ടിങ്, അതായത് വയർ വീർത്തു വരിക,